ഗൈസ്, അപ്പോൾ ഞാനും അബിയും കൂട്ടും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ രാത്രി ഇപ്പോൾ സമയം 11:15. അപ്പോൾ നമ്മളൊരു കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ പോകുന്നതെന്ന് ഇവരെന്നോട് പറയുന്നില്ല. ചോദിച്ച് ഇവർ പറഞ്ഞ് പോയിട്ട് എൻ്റെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അവിടെ പോകുന്നതെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ പോയിട്ട് വരുന്നു. അപ്പോൾ നമ്മളൊരു നൈറ്റ് ഡ്രൈവിന് പോകുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്നല്ല, ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാനും അബിയും കുട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പോൾ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. നമ്മൾ പോകണമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ വീടിലേക്ക് സാധനം മേടിക്കാൻ പോയിട്ട് എത്തുമ്പോൾ പറഞ്ഞു, ഈ സമയത്ത് നമുക്ക് പുറത്ത് പോയാൽ നല്ല രസം ഉണ്ടാവില്ലേ, വണ്ടി എടുക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ അപ്പം തന്നെ പോവാം എവിടെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൊരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറിനേക്ക് വേണ്ടിയിട്ട് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എത്ര പൈസയാവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ അറിയില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറം പോയാലേ നമുക്ക് വണ്ടി കിട്ടൂ. അതിന് വണ്ടി എടുത്തിട്ട് പോകുന്നതെല്ലാം നമ്മൾ അവിടെ പോകുന്നത് എല്ലാം ഞാൻ കാണിച്ചു തരാം. വലിയൊരു ബുണ്ടക്കം കുരു വന്നിട്ടുണ്ട്. ഇത്രയോളം ഉണ്ടായിട്ടില്ല, പെട്ടെന്നുണ്ട് ഇന്നലെ ഒരു കുരു വന്നിട്ട് നല്ല നൊമ്പലെടുക്കുന്നു. അപ്പോൾ നമ്മളെ വണ്ടി എടുത്തു, വണ്ടിയിൽ കയറി. ഇനിയിപ്പോൾ കിഷോർ വരുന്നുണ്ട്. അപ്പോൾ കിഷോറിനെ കൂട്ടിയിട്ട് നമ്മൾ പോവും. അപ്പോൾ നമുക്ക് പോകുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ കിഷോർ വന്നു. കാണുന്നില്ല എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് സർപ്രൈസ്. പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് അവിടെ എന്ത് ഇല്ല എന്നാലും നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, നല്ല ഭാഗമുണ്ടല്ലേ. അപ്പോ ഇപ്പൊ സമയം 12:05. ഇപ്പൊ ഇതുവരെ ഈ തരംഗത്തിന്റെ ഉള്ളിലേ വന്നോണ്ടുണ്ടായത്. ഇനിയിപ്പൊ തരംഗം തീർന്നു തോന്നുന്നു. അപ്പൊ ഈ അബി വണ്ടിയിൽ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ടായിനി. ഇപ്പൊ ഫൈന് വരുമോന്ന് അറിയില്ല. നമ്മള് മൗണ്ട് ഫേബർ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞു. മുകളിലോട്ട് പോകുന്നുണ്ട്. ആരും ഇല്ല, നമ്മ മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് ഈ വഴി കാണാൻ വേണ്ടിട്ട്. സിംഗപ്പൂർ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ വഴിയിൽ ഇപ്പൊ പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ട്രാഫിക്, വണ്ടി, ബിൽഡിങ്. ഇത് കാടും റോഡും. അപ്പുറത്ത് എന്തെന്നില്ല, നമുക്ക് പോയിട്ട് നോക്കാം. മമരം കണ്ടേ ചോല കണ്ടേ. ഇതെന്തെന്ന് കാണുന്നില്ല. ഇരുട്ടായിട്ട്
എത്തി. മുള്ളോട്ടല്ലേ? ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, ബസ് വരുന്ന ഇവിടെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. ബൈക്ക് പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ആരുമില്ല. ഹമ്പ് ഉണ്ട്, ഹമ്പ് മാത്രമേ ഉള്ളൂ. വീട് ഒരു ഇതുണ്ടാ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കൊറേ കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മ മൗണ്ട് ഫേബർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി അവിടെ പാർക്കാക്കിന്. ഇവരങ്ങോട്ട് നടന്നിട്ട് പോകുന്നുണ്ട്. ഞാൻ അപ്പേരെ പയ്യന്നെ പോട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റക്കാവും. രാത്രി ഇപ്പൊ 12:15 ഓരോരോ മതം പിന്നെ എന്തെന്ന് പറയേണ്ടത്. മുണ്ടാതെ ഉറങ്ങാതെ തണ്ടാൻ വന്നിനിപ്പോ നമ്മ രാത്രിക്ക്. ഗൈസ്, ഇവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട്. പക്ഷെ കണ്ണുകൊണ്ട് കാണുന്ന അത്ര എന്തായാലും മൊബൈലിൽ ഈ ഫോണിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നറിയാം. എന്നറിയാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്, എൻ്റെ ബാക്കിൽ ഫുൾ സിറ്റി കാണാൻ പറ്റും. നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നോക്ക്, കാണാൻ എന്ത് അടിപൊളിയാണ്. കിടിലം. പക്ഷെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാ നമുക്ക് ഈ എന്താ പറയല് ഇത്ര പാങ്ങുണ്ടെന്ന് മനസ്സിലാവൂല. നേരിട്ട് തന്നെ കാണണം. അപ്പം നമുക്ക് എന്തായാലും ഇടമേ വന്നല്ലേ, എന്തെങ്കിലും തിന്നണ്ടേ? നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീം മേടിക്കാം. എന്നെ പറഞ്ഞ് പറ്റിക്കുന്നു ഗൈസ് ഇവൻ. ഞാൻ മേടിക്കാൻ അറിഞ്ഞിട്ട് അപ്പൊ നമ്മ ഐസ്ക്രീം വാങ്ങി ഗൈസ്. ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. ഇപ്പൊ എന്തേ മേടിച്ചത് അറിയില്ല. ഇവിടെ കോഴി ഉണ്ട്. എടുക്കുക അതിന്റെ അടിയിൽ തുറക്ക്. അടിയിൽ തുറക്കത്. അവനെടുക്കുന്നേ. 1 2 3. അപ്പൊ നമ്മ മുകളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഐസ്ക്രീം തിന്നണം, എന്നാലേ നമുക്ക് എനർജി കിട്ടും. അപ്പൊ നമ്മ ഐസ്ക്രീം തിന്നു. നക്കി നക്കി തിന്നാണോ? നക്കിയേ നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതെന്ന്. ഇത് സിംഗപ്പൂർ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പഠിച്ചത് കേട്ടോ. ഇവിടെ ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചു, വെള്ളം കുടിച്ചു. ഇതിൻ്റെ മുകളിലേക്ക് നടന്നിട്ട് പോകണം. അതിന് ലിപ്സ്റ്റിക്കെല്ലാം പോയി, സാരില്ല.
നീ അവനോട് മാറിയിക്കാൻ പറയും എന്റെ കുട്ടിയോട് വിളിക്കാൻ പറയും. മാത്രം. എന്തിയാ കുട്ടി കാണുന്നേ? എന്തെങ്കിലും കണ്ടുവാ? കണ്ടുവാ? അയാൾ ഇന്നിട്ട് ടി വി നോക്കുന്നുണ്ട്. അതെ ഇനി നീ മാറിക്ക്, ഞാൻ നോക്കട്ട്. കുട്ടുവാ മാറിക്ക്, ഞാൻ നോക്കട്ട്. നല്ല കാണുന്നുണ്ട്. ഇത് അങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇത് കാണുന്നേ? അടുത്ത കിഷോറിന്റെ ഊഴം കണ്ടുവാ? രാത്രിയായിട്ടും ആകാശം ഭയങ്കര പകല് മാതിരി ഉണ്ട്. ആടെ അവര് പ്രപ്പോസിങ് സീനാന്ന് തോന്നുന്നു. കുട്ടോ അടിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് വഴി മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് എവിടെയും പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴോട്ട് നോക്കണം. അപ്പൊ താഴോട്ട് നോക്കുമ്പോൾ എന്ത് കാണുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങോട്ട് പോയാൽ ഇന്ത്യൻ ഓഷ്യൻ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ സൗത്ത് ഐലാൻഡ്സ്. ഇവിടെ പക്ഷെ ഇവിടെ എല്ലാം കാണുന്നല്ലോ ഒന്ന് തന്നെ. ഇവിടെ പോകുമ്പോൾ ഇങ്ങോട്ട് പോയെങ്കിൽ സെൻറ്റോസ, ഇങ്ങോട്ട് പോയെങ്കിൽ ഹാർബർ ഫ്രണ്ട്. പക്ഷെ ഇതൊരു വട്ടം മാത്രമേ ഇല്ലൂ, വട്ടത്തിന്റെ ചുറ്റും നടക്കാനേ ഇല്ലു മയില്. ഇപ്പൊ എന്ത് ആരോ മാർക്ക് കിട്ടിനെന്ന് അറിയില്ല. നല്ല പാങ്ങില് നോക്കുന്നുണ്ട് രണ്ടാളും. എന്ത് പടം കാണാനില്ലേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മ ഇവിടുത്തെ വ്യൂ എല്ലാം കണ്ടു, കുറച്ച് സമയം ഇവിടെ നിന്നു. പിന്നെ ഇവിടെ ദൂരദർശിനി പോലത്തെ മറ്റേ ടെലിസ്കോപ്പ്, അതിൽ കുറെ നോക്കി. ആരെയും കണ്ടിട്ടില്ല, എല്ലാവരും ഉറങ്ങി തോന്നുന്നു. അപ്പോൾ ഒന്നിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോന്നു. ഇനിയിപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് അറിയില്ല. പോയെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഹനുമാൻ കിരീടം ഉണ്ട് ഗൈസ്, ഇത് നോക്കൂ, ഹനുമാൻ കിരീടം. അപ്പോൾ നമ്മ വണ്ടി നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് എടുത്തത്, പുങ്കോളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഒരു 3.5 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത്. 3.5 മണിക്കൂറിന് വേണ്ടിയിട്ട് ഒരു $50 അടുത്ത് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ ഇനിയും ഒരു 3 മണി വരെ സമയമുണ്ട് തോന്നുന്നു. കുറച്ചും കൂടി 1.5 മണിക്കൂർ ഇനിയും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകും തോന്നുന്നു, കാരണം നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് വണ്ടി കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ വെറുതെ മാത്രം പൈസ കൊടുത്തത് നഷ്ടമാവൂലേ. അപ്പോൾ നമ്മളെ സ്ഥലത്തുനിന്ന് ഇവിടത്തേക്ക് ഒരു 15 to 20 മിനിറ്റ്സേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വേഗം എത്തി. ഇവിടെ ഇത്ര സമയമായിട്ടും അങ്ങനെ ആൾക്കാരില്ല എന്ന് പറയാൻ പറ്റൂല. ഇവിടെ ആൾക്കാരുണ്ട്. പിന്നെ മുകളിൽ എന്തോ പ്രൊപ്പോസലിൻ്റെ ഷൂട്ടെല്ലാം നടക്കുന്നുണ്ടായിനി. നമ്മളവിടെ കുറച്ച് നിന്നിട്ട് വ്യൂ എല്ലാം കണ്ടിട്ട് താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് മേടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മ ഇവിടുന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഈസ്റ്റ് കോസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ കടലുണ്ടോലും, കടൽ കാണാനാണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ ചായ എല്ലാം കിട്ടുന്നതാണ് കിഷോർ പറയുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ കിഷോറിനെ കൊണ്ട് ചായ വെച്ചിട്ട് കുടിച്ചിട്ട് ഇന്ന് ഉറങ്ങുന്നില്ലോ കേട്ടോ. അതന്നെ, ചായയും വേറെന്തോ തിന്നാനും മേടിച്ചു തരാന്ന് പറഞ്ഞിനി. ചീസ് കേക്ക് നമുക്ക് പോയി നോക്കാം.
ഇപ്പൊ പാങ്ങാക്കി. നമ്മ ഈസ്റ്റ് കോസ്റ്റ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മ വിചാരിച്ചത് ഇപ്പൊ എത്ര മണിയാ? 1:30 ആയി. ഇവിടെ ആരും ഉണ്ടായില്ല എന്ന് വിചാരിച്ചിന്. ഞാൻ ആദ്യമായിട്ട് വരുന്നോണ്ട് എനിക്ക് അങ്ങനെ വിചാരിക്കാമല്ലോ. പക്ഷേ നോക്കുമ്പോഴേക്ക് ഇവിടെ എത്ര കാർ അറിയോ? ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പം ഇവിടുന്ന് കോഫി കുടിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് കടലിലെ സൈഡിലേക്ക് തോന്നുന്നു പോകുന്നത്. അപ്പം അങ്ങനെ കടൽ തീരത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആളുണ്ട് ഇപ്പോൾ, നല്ല ഇരുന്നിട്ടും ഫുഡെല്ലാം കഴിച്ചുകൊണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എല്ലാവരും നല്ല റിലാക്സ് ആക്കുന്നുണ്ട്. നിങ്ങൾ ഈ ദൂരത്ത് കുറേ വെളിച്ചം കാണുന്നില്ലേ? നമ്മ വിചാരിക്കും അതെന്തെങ്കിലും ഫ്ലാറ്റോ എന്തെങ്കിലും ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നു. പക്ഷെ അല്ല, അതെല്ലാം കപ്പലുകളാണ് ഗായ്സ്, കപ്പൽ. നിങ്ങളിത് കാണുന്നുണ്ടോ? എൻ്റെ ഫോൺ ഇത്രയും സൂമാക്കാൻ പറ്റൂ. നമ്മ കോഫി കുടിക്കാനാണ് വന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ വലിയ ക്യൂ. അതുകൊണ്ട് നമ്മൾ കോഫി കുടിക്കുന്നില്ല. സാരില്ല, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുടിക്കണ്ട. നമ്മ ബിരിയാണി ഹൗസിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക് കുടിക്കാൻ. ഇത്ര സമയമായിട്ടും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. അല്ല നോക്ക. അപ്പൊ നമ്മ എന്തെന്ന് ഓർഡർ ആക്കി? ഇതെന്തെന്ന് സാധനം? കട്ടൻ ചായ. അപ്പൊ 3 തേത്താരിയും. ആ തേത്താരി എന്ന് പറഞ്ഞെങ്കിൽ ചായ തോന്നുന്നു. പിന്നെ ഒരു തെയ്യോ പറഞ്ഞ കട്ടൻ ചായ. ചായ പാങ്ങില്ല. പൈസ കൊടുത്തിട്ട് മണിച്ചല്ലേ കുടിക്കണ്ടേ? അപ്പോൾ കുറേ ആളല്ലേ സൈക്കിൾ ഓട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല രസമാണത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇരുന്ന് നല്ല ചില്ലാക്കുന്നുണ്ട്. ഒരു വിമാനം പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 2:15. നമ്മൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ വീട്ടിലേക്ക്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നിട്ട് പോകുന്നുണ്ട്. സമയമായി വണ്ടി കൊടുക്കണ്ട. അപ്പം ഇനി നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കാനുണ്ട്. പെട്രോൾ അടിച്ചിട്ട് നേരെ വീട്ടിൽ പോകും.
അപ്പൊ നമ്മ വണ്ടി കയറി നമ്മ പോന്നു. അപ്പൊ നമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തി. ബൈ അബി. കൊടുത്തു കാണുന്നില്ല. ഓക്കെ ബൈ. അപ്പൊ ഞാനും കുട്ടും നമ്മളെ വീട്ടിൽ പോന്ന്. അബിയും കിഷോർ അപ്പേരെ വീട്ടിൽ പോന്ന്. അപ്പൊ തിരിച്ച് വീട്ടിൽ കയറാൻ പോന്ന്. അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ ബൈ.